പണി തീരാത്ത ഇടങ്ങളിലൂടെയൊക്കെ ഉദ്ഘാടന പ്രസംഗം നടത്തി നാട് മുറിച്ച് നടന്ന് കടന്നു പോകുന്ന ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ഈ നാടിനൊരു ബാധ്യതയായി മാറിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് മെയ് 4-ാം തീയതി നമ്മൾ കണ്ണു തുറക്കാൻ പോകുന്നത്. വലിയ വലിയ കൂറ്റൻ ബോർഡുകൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ മാലിന്യമുക്തമായ കേരളം എന്ന് പറഞ്ഞ് നമ്മൾ ഉറപ്പ് നൽകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ മാലിന്യത്തെ മുക്തമാക്കിയ ഒരു കേരളത്തെ 2026 ഏപ്രിൽ 9 നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റിലൂടെ രാഷ്ട്രീയ മാലിന്യമുക്തമായ ഒരു കേരളം സൃഷ്ടിക്കപ്പെടുമെന്ന് മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു നാടിനെ അഴിമതി നിർമുക്തമാക്കി മാറ്റേണ്ട സാഹചര്യത്തിൽ അഴിമതിയിലൂടെ മാത്രം സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഇടത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ആയിട്ട് മാറുമ്പോൾ ആ സംസ്ഥാന ഗവൺമെന്റിനെ ഈ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്ന ധാർമ്മികമായ ഉത്തരവാദിത്തം ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇനി ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുവാൻ അനുവദിക്കില്ല എന്ന തീരുമാനമെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ സംസ്ഥാനത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയുമാണ്. ആ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം തീരുമാനം ഒരു സംസ്ഥാന ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണി ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനുവേണ്ടി പത്തനാപുരത്തെ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ഏറെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാലയെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി സ്വീകരിച്ച് കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പത്തനാപുരത്തിന്റെ നിയമസഭാ സാമാജികനായി മാറ്റപ്പെടുത്തുന്നു എന്നുള്ള ഉറപ്പിലേക്കാണ് നിങ്ങളൊക്കെയും സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നാടിന്റെ നിരത്തുകളിലൂടെ ഈ നാട്ടിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അരികിലൂടെ ഈ നാടിന്റെ പൊതുപ്രവർത്തന രംഗത്ത് സംശുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ പത്തനാപുരത്തിന് നിയമസഭാ സാമാജികനാകുവാനും നമ്മളുടെ ഓരോരുത്തരുടെയും ഈ നാടിന്റെയും ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്ന അഴിമതി നിർമുക്തമായ ഏറ്റവും സംശുദ്ധമായ ഒരു വ്യക്തിജീവിതം മുന്നോട്ട് വെക്കുവാനുള്ള സംശുദ്ധമായ കരങ്ങളിലൂടെ ഒരു നാടിനെ ഒരു പൊതുപ്രവർത്തന നിലയിൽ നയിക്കുവാനുള്ള കരുത്തുള്ള കരങ്ങളുള്ള അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാലയെ വീണ്ടും ഏറ്റവും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഈ നാടിന്റെ നിയമസഭാ സാമാജികനായി മാറ്റണം. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ 2026 ഏപ്രിൽ 9 അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ രൂപീകരിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഈ നാട്ടിൽ ഉണ്ടാകേണ്ടെന്ന തീരുമാനത്തിലേക്ക് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ പത്തനാപുരം നിയോജക മണ്ഡലം എന്ന് വിളിക്കുമ്പോൾ കൈ ഉയർത്തി സത്യപ്രതിജ്ഞ ചെയ്യുവാനായി അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാലയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ നാടിന്റെ ജനപ്രതിനിധിയായി മാറ്റപ്പെടേണ്ടത് അദ്ദേഹമാണ്. ഈ നാട് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സഞ്ചരിച്ചുകൊണ്ട് അഴിമതിയുടെ കരങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് പോയപ്പോൾ അങ്ങ് ശബരിമല ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലേക്കും അഴിമതിയിലേക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അഴിമതി ഉണ്ടാകാൻ പാടില്ലാത്ത ഇടങ്ങളിലൊക്കെ ആ കറ പുരളുമ്പോൾ സ്വജനപക്ഷപാതത്തിന്റെ ഇടങ്ങളായി മാറുമ്പോൾ പിൻവാതിൽ നിയമനങ്ങളായി മാറുമ്പോൾ ഉദ്ഘാടനങ്ങളായിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും പണി തീരാത്ത ഇടങ്ങളിലൂടെ ഒക്കെ ഉദ്ഘാടന പ്രസംഗം നടത്തി നാട് മുറിച്ച് നടന്ന് കടന്നു പോകുന്ന ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ഈ നാടിനൊരു ബാധ്യതയായി മാറിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് മെയ് 4-ാം തീയതി നമ്മൾ കണ്ണു തുറക്കാൻ പോകുന്നത്. അത്തരത്തിൽ ജനാധിപത്യപരമായി നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കുവാനായുള്ള ഒരു വലിയ സമരത്തിലൂടെയാണ് രാഷ്ട്രീയപരമായ സമരത്തിലൂടെയാണ് പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം സഞ്ചരിക്കേണ്ടതും നമ്മളുടെ ഒക്കെയും ചിന്തകളിലൂടെ കടന്നു പോകേണ്ടത് നമ്മളൊക്കെയും ചർച്ച ചെയ്യേണ്ടത് ഈ നാടിന്റെ വികസന രാഷ്ട്രീയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാടിനുണ്ടായിട്ടുള്ള അപജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ആ ചർച്ച ചെയ്ത് പകുതിയാകുന്നതിന് മുൻപേ ഡോക്ടർ TM തോമസ് ഐസക് എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറയും തുടർഭരണം ഉണ്ടാകുമ്പോൾ അപജയം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്ന്. അത്തരത്തിലുള്ള സ്വാഭാവികമായ അപജയമല്ല ഒരു നാടിന് ആവശ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിനൊരു അപജയം സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എങ്കിൽ ഇനി ഒരു അപജയം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് ഐക്യ ജനാധിപത്യ മുന്നണി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് നമുക്കൊക്കെയും ഒരുമിച്ച് സഞ്ചരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണൂർ പയ്യന്നൂരിലെ മണ്ണിൽ നിന്നുകൊണ്ട് സഖാവ് V കുഞ്ഞികൃഷ്ണൻ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാടിന്റെ ചരിത്രത്തിൽ 10 വർഷക്കാലത്തെ അഴിമതിയുടെ ഒരു കറപുരണ്ട ചരിത്രത്തെക്കുറിച്ച് നമ്മൾ 10 വർഷക്കാലത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പയ്യന്നൂര് ശ്രീ സഖാവ് V കുഞ്ഞികൃഷ്ണൻ നേതാക്കളെ അണികൾ തിരുത്തുവാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയ സഖാക്കളെ എഴുതി തുടങ്ങിയ ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി നടത്തിയിട്ടുള്ള അഴിമതികളുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ എല്ലാവിധമായ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ചർച്ച ചെയ്തു. വേലി തന്നെ വിളവ് തരുന്ന ഈ സമ്പ്രദായത്തെ, ഈ രീതിയെ, ഈ ശൈലിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായി ഇനിയും എനിക്ക് തുടരുവാൻ സാധിക്കില്ല എന്ന്
സാധാരണക്കാരനായ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ജനകീയനായ ആ പ്രദേശത്തെ ഏറ്റവും ജനകീയനായ നേതാവ് കൂടിയായ പയ്യന്നൂരിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കൂടിയായ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതായി മാറുന്ന ഇടതുപക്ഷത്തെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. കണ്ണൂർ തന്നെ പിന്നീട് തളിപ്പറമ്പിലേക്ക് സഞ്ചരിക്കുമ്പോൾ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള സ്വജന പക്ഷപാതത്തിന്റെ കഥ. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സഞ്ചരിക്കേണ്ടത് വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ ഭാര്യ ആർ ബിന്ദു മന്ത്രിയാവുകയും MLA ആവുകയും ചെയ്യുന്ന ശൈലിയിലേക്കല്ല ഇവിടെ സഞ്ചരിക്കേണ്ടത്. അതിനുശേഷം ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള അല്ല തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചു വരേണ്ടത്. നിങ്ങളുടെ ഭാര്യമാർക്ക് നീർക്കിരിപ്പായിട്ട് കൊടുക്കുവാനുള്ള ഇടങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടവർ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതായി മാറുന്ന സംസ്ഥാന നേതൃത്വമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. മലമ്പുഴയിലെ സുരേഷ് ചോദിക്കുന്നതിന് മറുപടിയില്ല. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ ശ്രീ ജി സുധാകരൻ ചോദിക്കുന്ന ജനാധിപത്യപരമായ വിപ്ലവകരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോട് സഞ്ചരിച്ചുകൊണ്ട് ചേർന്ന് പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്തവർ, പുലർകുത്തികളെന്നും അസഭ്യവാക്കളിലൂടെ മാത്രം ചോദ്യം ചോദിക്കുന്ന വിമർശകരെ സഹിഷ്ണുതയില്ലാതെ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിനും ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിക്കും അതേ ന്യായവും അതേ നിലവാരമില്ലാത്ത രാഷ്ട്രീയ ശൈലിയും ശ്രീ ജി സുധാകരനെതിരെയും എടുത്തു. ശ്രീ ജി സുധാകരനെ ഏറ്റവും ഹീനമായ ഭാഷയിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന നമ്മളൊക്കെയും കേട്ടതാണ്. ആ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വാക്കുകൾക്ക് തനിക്ക് മറുപടിയില്ല. ഈ സാംസ്കാരികമായ അധപ്പതനമായിട്ടുള്ള വാക്കുകൾക്ക് പകരം നിങ്ങൾ എന്നെ വറ്റയെന്ന് വിളിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞവസാനിപ്പിക്കുന്ന ജനകീയ സ്വതന്ത്രനായ ജനാധിപത്യപരമായിട്ട് മാത്രം കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന ശ്രീ ജി സുധാകരൻ നിങ്ങളോട് ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? രക്തസാക്ഷി എന്ന് പറയുന്ന രക്തസാക്ഷികളുടെ കുടുംബത്തിൽ നിന്ന് ഒരു രക്തസാക്ഷിയായിട്ടുള്ള സഹോദരനെ സ്വന്തമായിട്ടുള്ള ആ രക്തസാക്ഷി ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ എത്രത്തോളം വേദനയും എത്രത്തോളം ഒറ്റപ്പെടലും എത്രത്തോളം ആത്മാഭിമാനവും ഒരേ സമയം ഉണ്ടാകും എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നവരാണ് ശ്രീ ജി സുധാകരന്റെ കുടുംബവും ശ്രീ ജി സുധാകരനും. അങ്ങനെയുള്ള ഒരാളെ രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യുവാനോ വിമർശനം രേഖപ്പെടുത്തുവാനോ സർവോപരി വിലയിരുത്തുവാനോ ശ്രീ പിണറായി വിജയന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഔന്നത്യം വിലയിരുത്തുവാനുള്ള ഒരു കഴിവോ ഇല്ല എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഐക്യജനാധിപത്യത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി പത്തനാപുരത്തിനടുത്ത് നമുക്കറിയാം കൊട്ടാരക്കര അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി എവിടെയുണ്ട്? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങളുടെ സ്ത്രീ വിരുദ്ധതയെ കുറിച്ച് സംസാരിക്കും മറുപടി ഉണ്ടോ? ആ മറുപടികളൊന്നുമില്ല. പകരം സൈബർ വാർ റൂമുകളിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രൊഫൈലുകളെ വിലക്കെടുത്തുകൊണ്ട് യൂട്യൂബ് ചാനലുകളെ വിലക്കെടുത്തുകൊണ്ട് ശ്രീമതി ഐഷ പോറ്റിക്കെതിരെ നടക്കുന്ന സൈബർ വാർ റൂമുകളുടെ ആക്രമണങ്ങളെ കുറിച്ച് ചോദിക്കുമോ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾ കായംകുളത്തെ ഏറ്റവും കണ്ണുനീരണിഞ്ഞുകൊണ്ട് മനോവൈകൃതമാണെന്ന് സഹോദരിയെ ചേർത്ത് പിടിക്കണമെന്ന് കായംകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്രയധികം മനോവൈകൃതം ഉണ്ടാകാൻ പാടില്ല, സഹോദരിയെ ചേർത്ത് പിടിക്കണമെന്നാണെങ്കിൽ നിങ്ങളൊന്ന് സഞ്ചരിക്കണമെന്ന് വടകരയിലേക്ക്. അവിടെ ഒരു KK രമയുണ്ട്. നിങ്ങളുടെ മനോവൈകൃതത്തിന്റെ നിങ്ങളുടെ കുറ്റവാളികളുടെ ക്രിമിനൽ മനോവൈകൃതത്തിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കിയ TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയുണ്ട്. അവിടെ ചേർത്ത് പിടിക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് ആ മനോവികൃതം മാറ്റിവെച്ചുകൊണ്ട് സഹോദരിയാണെന്ന് ചിന്തിച്ചോ? നിങ്ങളുടെ സഹോദരിയുടെ മക്കളാണ് ആ കുട്ടികളെന്ന് ചിന്തിക്കുവാൻ സാധിച്ചോ? ആ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത എല്ലാ ഇടങ്ങളിലെയും വനിതാ സ്ഥാനാർത്ഥികളെ അങ്ങേയറ്റം വ്യക്തിധിക്ഷേപം ചെയ്തുകൊണ്ടും അപമാനിച്ചുകൊണ്ടും പ്രദേശത്തെ എല്ലാ പ്രചരണങ്ങളിലും ആ വ്യക്തിത്വങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കിക്കൊണ്ടും സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ടും മാത്രം പ്രചരണ ആയുധങ്ങൾ മുന്നോട്ട് വെക്കുന്ന സഖാക്കളെ നിലയ്ക്ക് നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആ ചോദ്യങ്ങൾക്കോ ആ വിമർശനങ്ങൾക്കോ ഒന്നും തന്നെ മറുപടിയില്ലാത്ത രാഷ്ട്രീയപരമായിട്ട് യാതൊരു ഔന്നത്യവും പുലർത്താത്ത ഈ നാടിന്റെ അഴിമതിയിലൂടെ മാത്രം അഴിമതിയുടെ അഴുക്കുപുരണ്ട ഇടനാഴികൾ മാത്രം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് കഴിഞ്ഞ 10 വർഷക്കാലവും സമ്മാനിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, മറിച്ച് ഈ കേരളത്തിലെ ജനാധിപത്യപരമായ മതേതരത്വപരമായ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ പത്തനാപുരത്തിന്റെ MLA ആയി ശ്രീ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ നാടിന്റെ വികസനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നാളെയിലേക്ക് സഞ്ചരിച്ചു കയറാൻ നമുക്കൊക്കെയും സാധിക്കണം. പുതിയ യാത്രയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയപ്പോൾ എത്ര പേരുടെ എത്ര മനുഷ്യരുടെ എത്ര സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും കണ്ണുനീർ കുറച്ചും ചേർത്ത് പിടിച്ചുമാണ് സഞ്ചരിച്ചത്. ഈ യാത്രകളിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആയുധമായിട്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രചരണമായിട്ടോ ഉപയോഗിക്കാതെ ഏറ്റവും ശാന്തമായി ഈ നാടിന്റെ ജനങ്ങൾക്ക്, ഈ നാടിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെടുന്നത് നിസ്സഹായരായവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഏറ്റവും ഔന്നത്യമായിരുന്ന രാഷ്ട്രീയ നിലവാരത്തിലൂടെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെയും സഞ്ചരിച്ചത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, അതിന്റെ സഞ്ചരിക്കുന്ന ഉദാഹരണമായിരുന്നു പുതിയുഗ യാത്രയും. അതുകൊണ്ട് നവകേരള സദസ്സ് കണ്ട മലയാളികൾ
പുതുയുഗ യാത്ര കണ്ട മലയാളികൾ, ജനാധിപത്യ വിശ്വാസികൾ, നിഷ്പക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർ, ഈ നാടിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ, നമ്മൾ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ, നമുക്ക് വേണ്ട ഒരു കേരളത്തിന്റെ ഒരു മാറ്റത്തിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ. ആ സാധിക്കലിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്കൊക്കെയും ഒരുമയോടുകൂടി ഇനി വലിയ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെയൊക്കെയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്താശേഷികൾ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു മുന്നണിക്ക് വോട്ട് ചെയ്യുമ്പോൾ, ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. പണ്ട് ഭാരതത്തിൽ മുഗൾ എംപറേഴ്സ് ഉള്ളപ്പോൾ, ഡൽഹി സുൽത്താനേറ്റുകൾ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത്, ഡൽഹി സുൽത്താൻമാരുടെ കാലത്ത് കേരളത്തിൽ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം ചെയ്യുവാൻ ഒരു അനുവാദം തരണം. അതിനായിട്ട് ഫർമാൻ എന്ന് പറയുന്ന ഒരു അനുമതി ഈ മുഗൾ ചക്രവർത്തി കൊടുത്താൽ മാത്രമേ അവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കച്ചവടം ചെയ്യാനുള്ള ഒരു അനുമതിക്കായിട്ട് നമ്മുടെയൊക്കെയും പൂർവികരുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഏറ്റവും വിനയത്തോടുകൂടി 2 അടി മാറി നിന്നുകൊണ്ട് വിനയവിധേയത്തോടുകൂടി സംസാരിച്ച് ആ അനുമതി നേടിയെടുത്തവർ പിന്നീട് ഈ നാട്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ള ആക്ട് എഴുതി തയ്യാറാക്കുവാൻ, ബ്രിട്ടീഷ് ഇന്ത്യയെ പരിണമിപ്പിക്കുവാൻ കരുത്തുള്ളവരായി മാറിയിട്ടുണ്ട് എങ്കിൽ അത് ചൂഷണത്തിന്റെയും അധിനിവേശത്തിന്റെയും വഴികളിലൂടെ ആയിരുന്നുവെങ്കിൽ ആ വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കുവാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ, ഒരു കൂട്ടം ഭരണാധികാരികളെ, ഒരു മുന്നണിയെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ തയ്യാറാക്കുന്നതും ഓരോ തിരഞ്ഞെടുപ്പാണ്. നമ്മളുടെയൊക്കെയും ചൂണ്ടുവിരൽ അടയാളപ്പെടുത്തുന്ന ആ നീണ്ട മഷി അടയാളത്തിലെ ആ ഫർമാൻ, നമ്മളൊക്കെയും ആ അധികാരത്തിന്റെ അടയാളപ്പെടുത്തൽ രേഖപ്പെടുത്തി നൽകുമോ, ആ നൽകുന്നത് ഈ നാടിന്റെ വികസനത്തിനായി കൂട്ടുനിൽക്കുന്ന ഒരു മുന്നണിക്കായിരിക്കണമെന്നും, നമ്മുടെ ജനപ്രതിനിധി ജനകീയനായിരിക്കണമെന്നും, ഈ നാടിന്റെ വികസനം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനായിരിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഓരോ വോട്ടും അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ വോട്ടും ചിന്തിച്ചുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി രേഖപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മുടെയൊക്കെയും KSRTC ബസ്സുകൾ ഇപ്പോൾ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെയും പിന്നാമ്പുറങ്ങളിലൊക്കെ ഒട്ടിച്ചിട്ടുള്ള വലിയ പരസ്യവാചകങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ പരസ്യവാചകങ്ങളിലൊക്കെ കൂടാതെ വലിയ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപ PR വർക്കിന് വേണ്ടി മാത്രം ചെലവാക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അവരുടെ PR വർക്കുകൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് മാത്രം പറയാം, വലിയ കൂറ്റൻ ബോർഡുകൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ മാലിന്യമുക്തമായ കേരളം എന്ന് പറഞ്ഞ് നമ്മൾ ഉറപ്പ് നൽകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ മാലിന്യത്തെ മുക്തമാക്കിയ ഒരു കേരളത്തെ 2026 ഏപ്രിൽ 9 നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റിലൂടെ രാഷ്ട്രീയ മാലിന്യമുക്തമായ ഒരു കേരളം സൃഷ്ടിക്കപ്പെടുമെന്ന് മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണി ഉറപ്പ് നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.